സംസ്ഥാന DGP നിയമനത്തിൽ നിയമോപദേശം തേടി സർക്കാർ. ഇൻചാർജ് DGP നിയമനം ഉണ്ടാകില്ല. നിയമനം നിയമയുദ്ധത്തിന് വഴിവെക്കുമെന്നും വിലയിരുത്തൽ. നിലവിലെ പട്ടികയിൽ നിന്ന് മാത്രം നിയമനമെന്നും സൂചന. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി അന്വേഷിക്കാൻ 4 അംഗ സമിതിയെ നിയോഗിക്കും. നീക്കം യൂറോളജി വകുപ്പ് മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ. തിരിച്ചടിയാകുക സ്റ്റോക്ക് പുതുക്കലിലെ കാലതാമസം, കുടിശ്ശിക തീർക്കൽ മന്ദഗതിയിലെന്നും ആക്ഷേപം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. തൃശൂർ എരുമപ്പെട്ടിയിൽ കനത്ത മഴയിൽ 2 വീടുകൾ തകർന്നു. മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ച് കാലാവസ്ഥാ വകുപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കും. 10 മണിയോടെ ഷട്ടർ തുറക്കുമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 136.10 അടിയായി. തുറന്നുവിടുക 1000 ഘനയടി വെള്ളം. ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ. കോഴിക്കോട് നിന്നും കാണാതായ ഹേമചന്ദ്രന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കൊല്ലപ്പെട്ടത് 2024 മാർച്ചിൽ തന്നെയെന്ന് റിപ്പോർട്ട്. മൃതദേഹത്തിൽ നിരവധി പരിക്കുകളും കണ്ടെത്തി. പരിക്കുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക നിഗമനം. ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന്. സംഭവത്തിൽ പിടികൂടിയത് 3 പേരെ. പാകിസ്ഥാനിൽ ഭൂചലനം. പ്രഭവകേന്ദ്രം മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാനിൽ. റിക്ടർ സ്കെയിലിൽ 5.5 രേഖപ്പെടുത്തി. ആളപായമില്ലെന്ന് പ്രാഥമിക നിഗമനം.